ഹായ്. ഇന്ന് വേറൊരു പൊസിഷനിലാണ് കേട്ടോ. ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ യു ബിക്കോസ് അതെന്തിനാണ് ഇത് കാണിക്കുന്നതെന്ന് ഞാൻ പറയാം. ഇത് കണ്ട് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ, ഇത് പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല. ബട്ട് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഓർക്കുകയും ചെയ്യും. ദോസ് ഹു ആർ ഇൻ ദർ 40s 50s ഒക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ കൂടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ഫുഡിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ ആക്ടിവിറ്റീസിന് ഞാൻ പ്രാധാന്യം കൊടുക്കും. ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ അതിരാവിലെ എഴുന്നേക്കും. എൻ്റെ 30കളിലുള്ള കഥയാണ് കേട്ടോ ഞാൻ പറയണേ. എനിക്ക് 32 വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഒരു സ്ഥിരമായിട്ടുള്ള ലോ ഫേമിലുള്ള ജോലിക്ക് പോകാൻ തുടങ്ങി. അതിനു മുമ്പ് ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും കോടതിയിലേക്ക് പോയാൽ മതി. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഓഫീസിൽ വരും. അവിടുന്ന് സാറിൻ്റെ ഏതൊക്കെ കേസാണോ അതൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ടാകും ഒരു ലിസ്റ്റിൽ. അത് എടുത്ത് ഞാൻ ഹൈക്കോടതിയിലേക്ക് പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ നേരത്തെ മുതൽ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ മദ്രാസിൽ എനിക്കൊരു മാരുതി കാർ ഉണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ അച്ഛൻ ഗിഫ്റ്റ് ചെയ്തത്. താങ്ക് യു അച്ഛൻ എന്ന് ഞാൻ എപ്പോഴും പറയും അത് പറയുമ്പോൾ, കല്യാണത്തിന് സമയത്ത്. അപ്പോൾ അതാണ് എനിക്ക് ഉപകാരമായത്. അപ്പോൾ അതിനകത്തേക്ക് ഈ ഫയൽസിൻ്റെ വലിയ പെട്ടിയുണ്ട് കേട്ടോ. ആ പെട്ടി എടുത്ത് വെച്ച് ഞാൻ പോവും. അപ്പോൾ രാവിലെ മോളെ കൊണ്ടുപോയി കൃഷിയിൽ വെച്ചിട്ടാണ് പോകുന്നത്. ആ സമയത്ത് എന്തെങ്കിലും കഴിച്ചാലായി, കഴിച്ചില്ലെങ്കിലായി. ചിലപ്പോൾ കോഫി മാത്രമായിരിക്കും കുടിച്ചിട്ടുണ്ടാവുക. മോൾക്ക് വന്നിട്ട് വേണ്ടുന്ന ഈ കുറുക്കും പാലും ഒക്കെയാണ് ആ സമയത്ത്. 3 മണിയൊക്കെ ആകുമ്പോഴേക്കും മോളുടെ പാലും കുറുക്കും ഒക്കെ ചീത്തയായിട്ടുണ്ടാവും കേട്ടോ. അതുവരെയാണ് അവൾ 12:30 1 മണിക്കൊക്കെ അവർ കൊടുക്കുന്നത് വരെ നല്ല ഫ്രഷ് ആയിട്ടായിരിക്കും. 3 o'clock ആകും ഞാൻ കോടതിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ. ഞാൻ പോയി നോക്കുമ്പോൾ അടുത്ത് തന്നെയാണ്, എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരു സാധാരണ ക്രഷ്. വലിയ ഇപ്പോഴത്തെ ഇന്നത്തെ അങ്ങനത്തെ ഭയങ്കര ഇതുള്ളതൊന്നും അല്ല കേട്ടോ. പാവം എൻ്റെ കുട്ടി സഫർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. 1.5 വയസ്സായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ക്രഷിൽ വെച്ചിട്ട് പോണത്. പലർക്കും പല രീതിയിലുള്ള അവസ്ഥകൾ വരുന്നതാണ് കേട്ടോ അത്. എൻ്റെ അമ്മ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ പിന്നെ ആരാ വന്ന് ഹെൽപ്പ് ചെയ്യുക? അയലൻ്റെ അമ്മയ്ക്ക് അങ്ങനെ അതൊന്നും പറ്റില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാനും പാടില്ലെന്നേ. കുട്ടികൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസാണ് കേട്ടോ. അച്ഛൻ്റെയും അമ്മയുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കുഞ്ഞ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ ചെയ്യുന്നു, കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സാമർഥ്യം പോലെ ഇരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഈ അവസ്ഥ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഈ വളരെ കാലങ്ങൾ കൊണ്ട് ഞാൻ വരുത്തി വെച്ചതാണത്. സോ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്, 30 വയസ്സുകളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു റൂട്ടീൻ ഫുഡ് ഹാബിറ്റ് ആക്കിക്കോളൂ. 1 മാസം വേണമെങ്കിൽ വെജിറ്റേറിയൻ മാത്രം. അത് നല്ല വെജിറ്റേറിയൻ. ഞങ്ങൾ നാട്ടിൽ കേരളത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ സുഖമായിട്ട് 10 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ചട്ടികളിൽ നടാം. കുറച്ച് ചീര, സ്വന്തം വഴുതന, വെണ്ടയൊക്കെ. എന്നിട്ട് ശ്രദ്ധിക്കൂ, നമ്മൾ ആ സമയത്ത് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, 30 മുതൽ 40 വയസ്സ് വരെയൊക്കെ. ഞാൻ ഒട്ടും ശ്രദ്ധിച്ചിട്ടില്ല. വെറും കഞ്ഞിയും പയറുമാണ് എൻ്റെ ആഹാരം. അപ്പോൾ എല്ലാവരും പറയും കഞ്ഞിയും പയറും സ്റ്റേപ്പിൾ ഫുഡാണ്. പക്ഷെ അത് മാത്രം പോരല്ലോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ജോലി ഭയങ്കര എലിവേറ്റഡ് ആയി കഴിഞ്ഞു. എനിക്ക് നല്ല നല്ല ജോലികളൊക്കെ ആകാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകേണ്ട അവസ്ഥകൾ, ഫ്ലൈറ്റ് പിടിക്കേണ്ട അവസ്ഥകൾ, ഇറങ്ങി ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ മീറ്റിംഗ് ഉള്ള അവസ്ഥകൾ. ഇതൊക്കെ നല്ലത് തന്നെയാണ്, ഭയങ്കര നല്ലതാണ് കരിയർ ഗ്രോത്തിന്. പക്ഷേ ഹെൽത്ത് ഇതാ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. 50 വയസ്സായപ്പോൾ മുതൽ ഇതാണ് പണി. 6 മാസം കൂടുമ്പോൾ ഞാനിങ്ങനെ ചെയ്യണം. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പല പ്രാവശ്യം ഞാൻ പല ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഹിസ്റ്ററക്ടമി ചെയ്യാമായിരുന്നു. ഹിസ്റ്ററക്ടമി ചെയ്യുമ്പോൾ അത് എൻ്റെ ഗർഭപാത്രം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ അനീമിയ എന്നുള്ളത് ഉണ്ട്. അതില്ലാതെയും ഇങ്ങനെയും ജീവിക്കാം. അപ്പം ഞാൻ ഈ സെക്കൻഡ് വൺ ഓപ്റ്റ് ചെയ്തു. എനിക്ക് സിസേറിയനായിരുന്നു എൻ്റെ മകള്. അന്നത്തെ കരച്ചിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നെ എന്തോ കൊല്ലാൻ കൊണ്ടുപോകണ പോലെയായിരുന്നു. ഞാൻ വീൽ ചെയറിൽ അവർ തള്ളിക്കൊണ്ട് പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകൾ, റൂമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ഇതില്ലേ PNVM എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ, ഞാൻ ഈ ഓപ്പറേഷൻ ഗൗണിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒന്നുമില്ല മോൾട്ടി, ഇത് സിമ്പിളാന്ന് പറയുന്നു. അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് ആൾക്കാരെല്ലാം താടിക്ക് കൈവച്ച് നോക്കുന്നു. എന്തൊരവസ്ഥയായിരുന്നു. ഇന്നൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരിക്കില്ല. എനിക്കത് ഓർക്കുമ്പോൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതാ ഓർമ്മ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ കഴിയുന്നത് അവോയ്ഡ് ചെയ്തു. ആൻഡ് കുഴപ്പമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ അനീമിയ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹീമോഗ്ലോബിൻ താഴ്ന്നു പോകും. 6, 7 അവസ്ഥയിലൊക്കെ വരുമ്പോൾ എന്നെ ഡോക്ടർ പിടിച്ച് കിടത്തി ഇഞ്ചക്ഷൻ തന്നു വിടും. ഈ അയൺ ഫെററ്റിൻ ഇഞ്ചക്ഷൻ.
ഓക്കെ, സോ ഹിയർ ഐ ആം ടെല്ലിങ് യു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഞാനിപ്പോൾ ഇവിടെ ബുർജിൽ ഹോസ്പിറ്റലിലാണ് കേട്ടോ. വെരി നൈസ് ഫെസിലിറ്റി. എനിക്ക് ഓണേഴ്സ് നമ്മുടെ യൂസഫ് അലിക്കയാണെന്ന് പറയപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ മരുമകനാണെന്ന് പറയപ്പെടുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഹൂവർ ഇസ് ഡൺ ദിസ്, താങ്ക് യു. കാരണം എന്താണെന്നറിയാം, ഞാൻ ഇതിൻ്റെ മുകളിലുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കുറേ, ഗേറ്റ് ടവർ എന്ന് പറയാം, അവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. എന്ത് എളുപ്പമായിട്ടാണെന്നറിയോ, ജസ്റ്റ് താഴെ ഇറങ്ങി വരിക, നമ്മുടെ ഹെൽത്ത് കാർഡ് കൊടുക്കുക, റെസിഡൻസി കാർഡ് കൊടുക്കുക, അവരവിടെ നമ്മളെ രജിസ്റ്റർ ചെയ്യും. അവിടെ ഒരു 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നല്ല ഡോക്ടേഴ്സ്, ഇന്ത്യൻ ഡോക്ടറെയാണ് ഞാൻ കാണുന്നത്. ബട്ട് പറഞ്ഞു വരുന്നത് എവറിത്തിങ് ഈസ് സിസ്റ്റമാറ്റിക്. അതുകൊണ്ട് 2018 ഓൺവേർഡ്സ് എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴും ഒക്കെ എനിക്ക് വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ രാജ്യത്ത് വന്നതുകൊണ്ട് കിട്ടിയത്. ലൈക്ക് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അത് ഇവിടുത്തെ ഭരണാധികാരികൾക്കും നമ്മൾ നന്ദി പറയണം അല്ലേ. ഇപ്പം നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, ബിക്കോസ് അവിടെ ഒരുപാട് ആളുകളാണ്. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പോപ്പുലേഷൻ ഇവിടെ ഒട്ടും ആളില്ലല്ലോ. ഇവിടെ അധികം എല്ലാം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ റീം ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഇരിക്കുന്നിടത്ത് മാക്സിമം 1 lakh കാണുമായിരിക്കും. അവിടെ ഒരു ചെറിയ ടൗണിൽ തന്നെ അത്ര കാണും. നമ്മുടെ ടൗണല്ല, ചെറിയൊരു ഏരിയയിൽ തന്നെ 1 ലക്ഷം പേര് താമസിക്കുന്ന സ്ഥലമല്ലേ നമുക്ക്. കേരളത്തിലും ഭയങ്കര പോപ്പുലേഷനാണ് അല്ലേ. സോ പറഞ്ഞു വരുന്ന കാര്യം, ഒരു റൂട്ടീൻ ഉണ്ടാക്കിക്കോളൂ. ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റെങ്കിലും ബീച്ചിൻ്റെ സൈഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ചെന്നൈയിൽ. വാക്കിങ്ങിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിൽ വന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ചേച്ചിക്ക് എന്ത് പറ്റി എന്നിങ്ങനെ തോന്നൂലേ. അപ്പം നിങ്ങളൊന്ന് നോക്കൂലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ കണ്ടോ. സോ കുട്ടികൾ, 30 വയസ്സ് മുകളിലുള്ളവർ, പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളും ചാലഞ്ചസും നമുക്ക് നേരിടാനുണ്ട്. കുട്ടികളെ വളർത്തണം, അവർക്ക് ഇത് ചെയ്തു കൊടുക്കണം, അവർക്കൊരു അസിസ്റ്റൻസ് വേണം, നമ്മളുടെ കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യണം. നമ്മുടെ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഹെൽത്ത് അത്യാവശ്യമാണ്. സോ ഇതിൻ്റെ ഇടയിൽ കൂടിയും ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. പക്ഷേ 2 ദിവസമായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഈ പാൽപിറ്റേഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കുക്ക് ചെയ്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കുക്ക് ചെയ്യാതിരുന്ന എങ്ങനെ ഒരു നമുക്ക് വാങ്ങി കഴിക്കുമ്പോഴേ, കാര്യം എത്ര ടേസ്റ്റ് ആണെങ്കിലും ഇതാണെങ്കിലും ഇറ്റ്സ് നോട്ട് ഗുഡ് അഗെയിൻ അല്ലേ. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ പുട്ടും പഴം പുഴുങ്ങിയതും ഉണ്ടാക്കി. അരവിന്ദ് പുഴുങ്ങുന്ന പഴമൊന്നും കഴിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഞാലിപ്പൂ എന്ന് പറഞ്ഞ പഴമില്ലേ, അത് അരവിന്ദിന് കൊടുത്തു. അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. സോ ടുഡേ ഐ തോട്ട് ഐ ഹാവ് ടു ടെൽ യു, നമുക്ക് ഊർജം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെയാണ് അല്ലേ. ആ ഫുഡും ആ മരുന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും ആ മരുന്നിൻ്റേതായ രീതിയിലുള്ള മരുന്നുകൾ. ഇപ്പോൾ ഒരു മുട്ട പുഴുങ്ങി കഴിക്കുക ലേഡീസ്, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കാത്തവരാണെങ്കിൽ പനീർ ഉൾപ്പെടുത്തുക, പാലിൻ്റെ ഐറ്റംസ്, തൈര്, അത് നിങ്ങളുടെ ശരീരപ്രകൃതം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാൻ എന്നും തൈര് കുടിക്കുമായിരുന്നു പണ്ട്, ഇവിടെ വെച്ചിട്ട്, മദ്രാസിൽ വെച്ചിട്ട്. അത് അവിടുത്തെ ഒരു ശീലമാണ്. ചിലപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ ശീലങ്ങളായിരിക്കില്ലേ. ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. സോ ബി കെയർഫുൾ അബൌട്ട് യുവർ ഫുഡ് ഹാബിറ്റ്സ്. പിന്നെ ഹെൽത്ത് നല്ലോണം പരിപാലിക്കണം. 30-40 വയസ്സൊക്കെ ഉള്ളവർ വിചാരിക്കുക ഞങ്ങൾ നല്ല സുഖമായിട്ടാണ് നടക്കുന്നത്. അപ്പാണ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഇതാ ഇപ്പോൾ കണ്ടോ. പക്ഷേ ഇതിനി ഒരു 5-6 ദിവസം കയറ്റി കഴിയുമ്പോൾ ഞാൻ പിന്നെയും ഓക്കെ ആവും. ഈ പറഞ്ഞ മെനോപോസ് ഇഷ്യൂസ് വൺസ് സെറ്റിൽഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓവർ. അങ്ങനെ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് പോയിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ചിലർക്കത് പറ്റുന്നുണ്ടാവില്ല. പിന്നെ ചിലരൊക്കെ ഒരുപാട് അങ്ങനത്തെ ജോലികൾ ചെയ്യുന്നവരും ഉണ്ടല്ലോ. ഞാനിപ്പോൾ ജോലി വേണ്ടാന്ന് പറഞ്ഞിങ്ങനെ ഇരുന്നത് കൊണ്ടാണ് എനിക്കിത് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നത്. ജോലിയുടെ കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ലേ. പക്ഷെ നിന്ന് പോയത് മനസ്സിലാവുന്നില്ല. ഇല്ല, വീഴുന്നുണ്ട്. കാരണം ഇത് എന്നിട്ട് പിന്നെ നമ്മളിവിടെ വിളിച്ചാൽ മതി അവരെ. ഇത് നല്ല ഫെസിലിറ്റിയാണെന്ന് നോക്കൂ. പക്ഷെ എന്താ പറഞ്ഞ ഒരു ആൻസർ കൂടെ പറഞ്ഞേക്കട്ടെ. എന്തുകൊണ്ട് ചേച്ചി ജോലി കളഞ്ഞു എന്നുള്ളതിൻ്റെ ആൻസർ ലാസ്റ്റ് പറയണം എന്ന് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എൻ്റെ തംബ്നെയിൽ അത് ആണ് ഞാൻ ഇടാൻ പോകുന്നത്. എന്തുകൊണ്ട് ഞാൻ ജോലി വേണ്ട എന്ന് വെച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ജോലി വേണ്ടാന്ന് വെക്കാനുള്ള കാരണം ഒന്ന് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ്. എപ്പോഴും എനിക്ക് വണ്ടി ഓടിച്ച് കാർ ഓടിച്ച്
പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡ്രൈവർ വെക്കേണ്ടി വന്നു. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ 2-3 പേരെ ഇടയ്ക്ക് ചോദിച്ചത് കൊണ്ടാണ്. ലക്ഷങ്ങളോളം ശമ്പളം ഉണ്ടായിരുന്നു എൻ്റെ ജോലിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു ഒരു കമ്പനിയുടേന്ന്, ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അപ്പം നല്ല സാലറിയുള്ള ജോലി തന്നെയാണ്. അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ നല്ല കരുത്ത് തന്നെ വേണം. കാരണം വെളുപ്പിന് എണീറ്റ് ഞാൻ 4 മണിക്കും 5 മണിക്കും എണീറ്റ് പോകാൻ വയ്യാണ്ടായി തുടങ്ങി. ഞാൻ എന്നെ സെൽഫായിട്ട് ഇങ്ങനെ പൊക്കുമായിരുന്നു, ഉറക്കം തൂങ്ങുമായിരുന്നു. പിന്നെ ഏതെങ്കിലും ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ ഉറങ്ങും പെട്ടെന്ന്. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് മീറ്റിങ്ങിനെ വന്നേന്ന് പോലും ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട്. അത്ര ഞാൻ ഡള്ളായിട്ട് ഇരിക്കുമായിരുന്നു. സോ ഇതൊക്കെ കൂടി കൊണ്ടു നടക്കുമ്പോൾ നമ്മളുടെ പെർഫോമൻസസിനെ അത് ബാധിക്കാൻ തുടങ്ങി. ഒന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അബുദാബിയിലിരിക്കുന്നു, മകൾ പഠിക്കാൻ പോയിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെന്നൈയിൽ എന്ത് ചെയ്യും? ആ വീട് വെച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കുക. ഒറ്റയ്ക്ക് എന്നുള്ളത് ജീവിക്കാൻ പഠിക്കണം എന്നെല്ലാവരും പറയും. പക്ഷേ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഒന്നിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കാമല്ലോ. അദ്ദേഹത്തിനും ഒരു നല്ല ഇതല്ലേ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ എന്നോർത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം ജോലി കിട്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. 10-20 ദിവസമൊക്കെ ഞാൻ ആഘോഷിച്ച് ഉറങ്ങിയും എഴുന്നേറ്റും നല്ല നല്ല ഡിഷസ് കുക്ക് ചെയ്തും ഒക്കെ. അതാദ്യം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊന്ന് തോന്നാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ജോലി വിടണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ യു ഷുഡ് കണ്ടിന്യൂ വിത്ത് യുവർ ജോബ്. അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വിചാരിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഈ കോംപ്രമൈസും അലൈൻമെൻറ്റും ഒക്കെ ജീവിതത്തിൽ അത്യാവശ്യമാണ് കേട്ടോ. അതാത് സമയങ്ങൾക്കനുസരിച്ച് അതാത് രീതി അനുസരിച്ച് നമ്മൾ അലൈൻ ചെയ്ത് പോയേ ഒക്കത്തുള്ളൂ. ചിലപ്പോൾ ജോലി വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഇപ്പോൾ ശരിക്കും ഗവൺമെൻറ് ജോലിയാണെങ്കിൽ എന്ത് ചെയ്തേനെ? വേണ്ടാന്ന് വെക്കണമെങ്കിൽ വെക്കാം. അല്ല, ഗവൺമെൻറ് ജോലി അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പെൻഷൻ കിട്ടുന്ന ഒരു ലൂറിങ് എഫക്റ്റ് അതിനുള്ളത് കൊണ്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാകാം ഞാനും ഒറ്റയ്ക്ക്. എനിക്ക് ഓർമ്മയുണ്ട്, പൊന്നുരുന്നിയിൽ എൻ്റെ കസിൻസ് കേട്ടോ, പ്രദീപേട്ടനും റൈന ചേച്ചിയും 2 പേരും ഗസറ്റഡ് ഓഫീസേഴ്സായിട്ടാണ് റിട്ടയർ ചെയ്തത്. അതിൽ ചേട്ടനും ചേച്ചിയും മിക്കവാറും പല പല സ്ഥലങ്ങളിൽ അവരെന്തൊരു കോംപ്രമൈസിങ് ആയിരുന്നു അത് ആക്ച്വലി അവർക്ക്. ചേച്ചി കണ്ണൂരാണെങ്കിൽ ചേട്ടൻ എറണാകുളത്ത്, ചേച്ചി എറണാകുളത്താണെങ്കിൽ ചേട്ടൻ തൃശ്ശൂർ, അങ്ങനെ പോയി വന്നും ഒക്കെ അവർക്ക് സമയമേ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് അവർ ആക്ച്വലി ഒരിടത്ത് ഇരുന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ പേരക്കുട്ടികളുടെ കാര്യമൊക്കെ. സോ ഇറ്റ്സ് ചോയ്സ് ഇസ് യോഴ്സ് വെദർ യു വോണ്ട് ടു കണ്ടിന്യൂ വിത്ത് യുവർ ജോബ് ഓർ നോട്ട്. ദറ്റ് ഐ ടുക്ക് ദിസ് ചോയ്സ് ബിക്കോസ് മൈൻ വാസ് എ പ്രൈവറ്റ് ജോബ് അല്ലേ, കോർപ്പറേറ്റ് ജോബ്സ് അല്ലേ. പൈസ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ ടൈം എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടല്ലോ, അതെനിക്ക് ഇല്ലേ ഇല്ല. ഇറ്റ് വാസ് അഫക്റ്റിങ് മൈ ഹെൽത്ത്. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതിൽ അതൊക്കെ ഓരോരോ കാരണങ്ങളാണ്. എൻ്റെ ശ്രദ്ധക്കുറവും ആഹാരം വളരെ കുറച്ചേ ഞാൻ കഴിക്കുള്ളായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയും വീണ്ടും സന്ധിക്കും വരെ ബൈ. നാളെ കാണാം. ഇന്നത്തെ ഇങ്ങനത്തെ വീഡിയോ ആയിക്കോട്ടെ അല്ലേ, ഇടയ്ക്ക് ഇങ്ങനെയും വേണ്ടേ. ബൈ.